പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ. മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമാകുന്ന വചന ശുശ്രൂഷയുടെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയും ഒപ്പം തന്നെ ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ശുശ്രൂഷ ഏറെ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ ഒരുക്ക ധ്യാനത്തിന് കർത്താവ് വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ എങ്ങനെ പങ്കുചേരണം, അതിൻ്റെ വിശുദ്ധീകരണം എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയുന്ന ഈ വചന ശുശ്രൂഷയ്ക്ക് ഇതിൻ്റെ കേൾവിക്കാരായിട്ട് വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ. കേൾക്കുന്ന കാര്യങ്ങൾ ഗ്രഹിച്ച് മനസ്സിലാക്കി ജീവിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന ശുശ്രൂഷ പ്രിയപ്പെട്ട മക്കൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ നാഥ എൻ്റെ അധരത്തെ അവിടുന്ന് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ പരിശുദ്ധാത്മാവ് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. എല്ലാം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 8ാമത്തെ ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച. അതിൽ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വായനകളെല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ശനിയാഴ്ച സന്ധ്യയുടെ സുവിശേഷം, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 23 വരെ വാക്യങ്ങളും, ഞായറാഴ്ച പ്രഭാതത്തിലെ വായന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെ വാക്യങ്ങളും, വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായനകൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 9 മുതൽ 15 വരെ വാക്യങ്ങളും, ഇയ്യോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വാക്യങ്ങളും, യെരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെ വാക്യങ്ങളും, ഏശയ്യാ പ്രവചനം 52-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെ വാക്യങ്ങളുമാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വിശുദ്ധ കുർബാനയിലുള്ള ലേഖനങ്ങൾ, പൊതുവിനെഴുതിയ ലേഖനം 1 പത്രോസ് 2-6 മുതൽ 10 വരെയും, എബ്രായർ ലേഖനം പൗലോസിൽ എഴുതിയത് 4-ാം അധ്യായം 14 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 5 വരെ തിരുവചനങ്ങളാണ്. ഏവൻഗേലിയോൻ സുവിശേഷ വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങളുമാണ്. നമുക്ക് ഒന്ന് സ്പീഡിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ധ്യാനിച്ച് നല്ലൊരു ആരാധനയിൽ പങ്കുചേരുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകാം. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കുചേരണമെന്ന് ഓർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അതിനകത്ത് കർത്താവ് പറയുന്നത്. 1, വിതക്കാരൻ്റെ ഉപമ. 2, ഉപമകളുടെ ഉദ്ദേശം ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. 3, വിതക്കാരൻ്റെ ഉപമ വിശദീകരിക്കുകയാണ് കർത്താവ്. 4-ാമത്തെ ഒരു ധ്യാനം അതിലൂടെ സംസാരിക്കുന്നത് ദീപം മറച്ചു വെക്കരുത് എന്നാണ്. പ്രിയമുള്ളവരെ, വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, പക്ഷികൾ വന്നവ തിന്നുകളഞ്ഞു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യനുദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്ന് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാണ് വിതക്കാരൻ്റെ ഉപമ. ഇനി അതിൻ്റെ 10 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ഉപമകളുടെ ഉദ്ദേശമാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു, അവർ തനിച്ചായിരുന്നപ്പോൾ 12 പേരും കൂടെ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ ഉപമകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിൻ്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്, പുറത്തുള്ളവർക്കാകട്ടെ എല്ലാ ഉപമകളിലൂടെ മാത്രം. ക്രിസ്തു യേശുവിനെ ജീവിതത്തിൽ സ്വന്തമായി സ്വീകരിച്ചവർക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുന്നതെന്ന് യേശു പറയുകയാണ്. മറ്റുള്ളവർക്കൊക്കെ ഉപമകളിലൂടെ
ആണ് പറയേണ്ടത്, ഉപമകളിലൂടെ മാത്രമാണ് അവരോട് പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ടും അവർ കണ്ടിട്ടും കാണാതെയും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കേണ്ടതിന്, അവർ മനസ്സെറിഞ്ഞ് മോചനം പ്രാപിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണത്. എന്ന് പറഞ്ഞാൽ ഉപമകളിലൂടെ പറഞ്ഞിട്ട് പോലും അവർക്കത് മനസ്സിലാക്കാൻ അവരെ ഇഷ്ടപ്പെടുന്നില്ല, താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഏതെല്ലാം രീതിയിലൊക്കെ വചനം ഇന്ന് പ്രഘോഷിക്കപ്പെടുന്നു. ചില ആളുകൾ വചനം നേരെ തന്നെ സംസാരിക്കുന്നു, ചില ആളുകൾ വചനം ഉപമകളിലൂടെ അല്ലെങ്കിൽ മഹാന്മാർ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെയൊക്കെ അതിനെ വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ച് തരുന്നു. ഏത് രീതിയിൽ കേട്ടാലും നമ്മൾക്ക് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി നമ്മളിൽ നിന്ന് ക്രിസ്തു നൽകുന്ന ഫലം 30, 60, 100 മേനി കണക്കിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കണമെന്നുള്ളതാണല്ലോ എല്ലാറ്റിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. കാരണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദീപം മറച്ചു വയ്ക്കരുത്. വെളിച്ചം അത് ഇരുട്ടത്ത് പ്രകാശിക്കാനുള്ളതാണ്. ഇരുളെന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം. വചനം വെളിച്ചമാണ്. അപ്പോൾ അറിവില്ലായ്മയിൽ നിന്ന് അറിവുള്ളവരിലേക്ക് മുനിമാർ പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയുന്നത് അസതോമ സദ്ഗമയ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, മൃത്യോമ അമൃതംഗമയ, മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്ക്, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. യേശു പറഞ്ഞു, ഞാൻ മരണമില്ലാത്തവനാണ്, ഞാൻ വെളിച്ചമാണ്, ഞാൻ തന്നെ സത്യമാണ്. അപ്പോൾ ഈ മഹർഷിമാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വിശുദ്ധ വേദപുസ്തകം നൽകുന്നുണ്ട്. യേശുവിനാണ് ഇരുട്ടകറ്റാൻ കഴിയുന്നത്, യേശുവാണ് സത്യത്തിൻ്റെ പൂർണ്ണത, യേശുവാണ് മരണമില്ലാത്തവൻ. അവൻ്റെ ഉയർപ്പിലൂടെ നമുക്ക് തെളിയിച്ചു തന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദീപം മറച്ചു വെക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഈ വചനം കേട്ടാൽ എന്തു ചെയ്യണമെന്നാണ് പറയുന്നത്? ആ വചനത്തിൻ്റെ വിധക്കാരൻ്റെ ഉപമയുടെ വിശദീകരണത്തിലൂടെ പറയുന്നുണ്ട്. വിധക്കാരൻ വചനം വിതയ്ക്കുന്നു. ഇവിടെ വിധക്കാരൻ എന്ന് പറയുന്നത് സുവിശേഷകനെയാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെയാണ്, അല്ലെങ്കിൽ ശിഷ്യന്മാരെയാണ്. വിധക്കാരൻ വചനം വിതയ്ക്കുന്നു. ചിലർ വചനം ശ്രവിക്കുമ്പോൾ തന്നെ സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം നീക്കം ചെയ്യുന്നു. അപ്പോൾ തന്നെ അത് ഗ്രഹിക്കാതിരിക്കാൻ തക്കവണ്ണമുള്ള ഉറക്കം വരിക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ചില ആളുകളെ സംബന്ധിച്ചോളം അങ്ങനെയാണ്, എന്ത് ചെയ്ത ഉറക്കം വരില്ല. എന്നാൽ ഉറക്കം വരുന്നില്ല, ബൈബിളൊന്ന് വായിക്കാമെന്ന് വിചാരിച്ച് ബൈബിളൊന്ന് എടുത്തു നോക്കി, ഒരു 10 വാക്യം വായിക്കുമ്പോഴത്തേക്കും തന്നെ ഉറങ്ങിപ്പോവും. കാരണം അത് സാത്താൻ സമ്മതിക്കില്ല. ചിലർ അവരിൽ നിന്ന് ആ വചനം സാത്താൻ വന്ന് നീക്കം ചെയ്യുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചിലർ വചനം കേൾക്കുമ്പോൾ വലിയ സന്തോഷപൂർവ്വം സ്വീകരിക്കും, വലിയ സന്തോഷമാണ് അവർക്ക്. പക്ഷേ അത് പാറപ്പുറത്ത് വിതയ്ക്കപ്പെട്ട വിത്താണ്, വേരില്ല, അതിന് അല്പസമയത്തേക്ക് നിലനിൽക്കുന്നു. വചനത്തെ പ്രതി ക്ലേശങ്ങളും പീഡനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണു പോകുന്നു. വചനം നമ്മൾ കേട്ട് നമുക്ക് വലിയ സന്തോഷമായി, യേശുവിൽ എല്ലാവർക്കും രക്ഷയുണ്ട്, അവൻ രോഗം മാറും, ക്ഷീണം മാറും, അവൻ അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അവൻ ഏറ്റെടുത്തു. ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ വചനം അതിൻ്റെ വേര് ഉറപ്പിച്ച് നിർത്തി വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ആ വചനം ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. കാരണം വചനം നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്കൊരുപാട് ക്ലേശങ്ങൾ, ഈ വചനത്തെ പ്രതി ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആ വചന കേൾവിയും ശുശ്രൂഷകളൊക്കെ നിർത്തും. അപ്പോൾ കാരണം എന്താ, അപ്പോൾ അവിടെ അത് തൽക്ഷണം അതിന് വേരില്ലായികയാൽ അത് വീണുപോയി. എന്നാൽ ചില ആളുകളുണ്ട്, എന്ത് വില കൊടുത്തും വചനത്തെ ശ്രദ്ധിക്കും, എന്ത് വില കൊടുത്തും വചനത്തിന് വേണ്ടി നിലനിൽക്കും. മരിക്കേണ്ടി വന്നാലും വചനം ഉപേക്ഷിക്കില്ല അവർ. വചനം ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞാൽ വചനത്തിന് സമർപ്പിച്ച സമർപ്പണത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോകില്ല. പലരും അങ്ങനെയല്ല, വചനത്തിന് വേണ്ടി സമർപ്പിച്ചുവെങ്കിലും ചില പ്രയാസങ്ങൾ, പീഡനങ്ങൾ, ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ചില ജോലി പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് മൊത്തത്തിലൊരു ദാരിദ്ര്യം വരുമ്പോഴത്തേക്കും അവർ വീണു പോകുന്ന അനുഭവമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അടുത്തത് മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതെന്നാണ് പറയുന്നത്. ചിലർ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും
അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ധനത്തിൻ്റെ ആഗ്രഹം, ലൗകിക വ്യഗ്രത, മറ്റ് പല വസ്തുക്കൾക്കും വേണ്ടിയുള്ള ഇവിടെയാണ് നമ്മൾ നേരത്തെ എല്ലാം കേട്ടിരിക്കുന്ന ഒരു വചനം ഓർക്കേണ്ടത്. 1 യോഹന്നാൻ 2:15 ലോകത്തിലുള്ളതിനെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, എന്നാൽ ലോകത്തിലുള്ളതൊന്നും ദൈവത്തിൻ്റെ അല്ല. പ്രത്യുത ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം നിറവേറ്റുന്നത് എന്നേക്കുന്നത്. അപ്പോൾ ലൗകിക വസ്തുക്കളോടുള്ള ആഗ്രഹം നമുക്കുണ്ടാകാൻ പാടില്ല. അപ്പം നമ്മൾ വീണ്ടും അതിൽ നിന്ന് തെറ്റിപ്പോവും. മദ്യപാനം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, മറ്റ് ദുർനടപ്പുകൾ, ദുഷ്ട കാര്യങ്ങൾ, വലിയ ആർഭാട ജീവിതം, ആഡംബരങ്ങളുള്ള ജീവിതം, അടയാഭരണങ്ങൾ അണിഞ്ഞുള്ള ജീവിതം, ഇങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് ഈ ലൗകികമായിട്ടുള്ള വ്യഗ്രതയും അതിൻ്റെ ആകർഷണവും മറ്റു പല കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമെന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊക്കെ വിട്ടിട്ട് ദീപം മറച്ചു വെക്കാത്ത രീതിയിൽ ഞാനൊരു ദൈവ പൈതലാണ്, സത്യ ക്രിസ്ത്യാനിയാണ് എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി ജീവിക്കുവാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്, ഈ വചനം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ അടുത്ത പ്രഭാതത്തിൻ്റെ വായനയായിട്ട് വരുന്നത് പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 23 വരെ വാക്യങ്ങളിൽ നിന്നാണ്. മത്തായിയുടെ സുവിശേഷം ആ അധ്യായത്തിലും 13-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 21 വരെ വാക്യങ്ങളിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഉപമകളുടെ ഉദ്ദേശവും വിതക്കാരൻ്റെ ഉപമ, വചനം വിതച്ചതിൻ്റെ ആ ഉപമ വിശദീകരിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് മുന്നോട്ട് പോകാം. അത് നമ്മൾ കേട്ട് കഴിഞ്ഞല്ലോ. വീണ്ടും നമ്മൾ വായിച്ചു കേൾക്കുന്നത് പഴയ നിയമ വായനയാണ്. കുർബാനയ്ക്ക് മുമ്പുള്ള പഴയ നിയമ വായന. പഴയ നിയമ വായനയിൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 15 വരെ വാക്യങ്ങളാണ്. വലിയ ഒരു എന്താ പറയുന്നത്, സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണത്. കാരണം 3-ാം അധ്യായം എന്ന് പറയുന്നത് മോശയെ ദൈവം വിളിക്കുകയാണ്. എന്തിനാണ്? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന്, ഫറവോയുടെ അടിമത്തിൽ നിന്ന് ദൈവജനത്തെ രക്ഷിക്കുവാൻ. ഇതിങ്ങനെയാണ് 9-ാമത്തെ വാക്യം പറയുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, വലിയൊരു വിമോചനത്തിൻ്റെ സദ്വാർത്തയാണ് ഇവിടെ കർത്താവ് പറയാണ്. എൻ്റെ ജനത്തിൻ്റെ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ദൈവസന്നിധിയിൽ എത്തുന്ന തരത്തിലേക്ക് നമ്മൾ നിലവിളിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ വേദനകൾ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ നമ്മൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്ന രീതിയിൽ നിലവിളിക്കേണ്ടിയിരിക്കും. ഇവിടെ ഇവർ എത്രയോ വർഷങ്ങളായി അടിമകളായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അവരെ മോചിപ്പിക്കുവാനായിട്ട് ദൈവം മോശയെ വിളിക്കുകയാണ്. അപ്പോൾ മോശ പറയുന്നുണ്ട്, ഫറവോയുടെ അടുക്കൽ ചെല്ലുവാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനും ഞാൻ ആരാണ്? എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ? ഒരുപക്ഷെ മോശ അങ്ങനെ ചോദിക്കുന്നത് അതിൻ്റെ മുമ്പോട്ട് നമ്മൾ വായിക്കുമ്പോൾ മോശ ഒരുപക്ഷെ അവിടെ ഇസ്രായേൽ ജനത്തെ നേരത്തെ അവരെ സഹായിക്കാൻ ദൈവം ആക്കി വെച്ചതെന്നുള്ള രീതിയിൽ ഇസ്രായേൽക്കാരെ സഹായിക്കാൻ മോശ തയ്യാറാകുന്നുണ്ട്. പക്ഷെ അത് ഇസ്രായേൽക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ അവനോട് ചോദിച്ചു, ഞങ്ങളുടെ വിധികർത്താവായി നിയമം നടപ്പാക്കാൻ നിന്നെ ആരാണ് ആക്കി വച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചു. അങ്ങനെ മോശ അന്ന് ചെയ്ത ഒരു പ്രവൃത്തി, ഈജിപ്തിനെ ഒരുത്തനെ കൊന്നുകളഞ്ഞ പ്രവൃത്തി അവിടെ ഫറവോ അറിയുകയും ഫറവോ അവനെ കൊല്ലാൻ അന്വേഷിക്കുകയും അവനെ ഒളിച്ചോടുകയും ചെയ്തുകൊണ്ട്. അപ്പോൾ ഇവിടെ മോശയെക്കുറിച്ച് മോശ പറയാണ്, ഞാൻ ആരാണ്? എനിക്കെന്ത് യോഗ്യതയുണ്ട്? ഇതാണ് പലപ്പോഴും ഇന്ന് നമ്മളെ അലട്ടുന്ന, ഈ മുമ്പ് നമ്മൾ വായിച്ചു കേട്ട ആ ദീപം മറച്ചു വെക്കാനുള്ള കാരണം അതാണ്. നമുക്കതിനുള്ള കഴിവില്ല, നമുക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല, നമുക്കെന്താ അതിനുള്ള കഴിവുണ്ടോ എന്നൊരു വിചാരമാണ്. അപ്പോൾ കർത്താവ് പറയുന്ന മറുപടിയാണ് നമ്മൾ ധൈര്യപ്പെടുത്തേണ്ടത്. അവിടുന്ന് അരുളി ചെയ്തു, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം.
നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഉണ്ടോ? മോശ കണ്ട ആ മുൾപ്പടർപ്പ് കത്തുന്നുണ്ടെങ്കിലും എരിയാത്ത അവിടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമെന്ന് മോശയുടെ ദൈവം, അതാണ് അടയാളമെന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും വിടുവിച്ചിരിക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, ദൈവമാണ് പറയുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ മോശ വീണ്ടും ചോദിക്കുകയാണ് ദൈവത്തോട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുമെന്ന് പറയാം, എന്നാൽ അവിടുത്തെ പേരെന്തെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്താണ് പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാൻ തന്നെ. ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അവിടത്തേക്ക് അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് വീണ്ടും അരുളി ചെയ്തു, ഇസ്രായേൽ മക്കളോട് പറയുക, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വ പുരുഷാന്തരങ്ങളിലൂടെയും ഈ നാമധേയത്താൽ ഞാൻ അനുസ്മരിക്കപ്പെടണം. കണ്ടോ? ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി, ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവൃത്തി എന്തിനാ? സകല പുരുഷാന്തരങ്ങളിലും ലോകാവസാനം വരെയും യേശുക്രിസ്തു രണ്ടാമത് വരുന്നത് വരെയും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി. ദൈവമാണ്. ദൈവത്തിന് പകരം മാറിയ ഒരാളില്ല. പേര് പറയാനൊന്നും ദൈവം തയ്യാറാകുന്നില്ല. ഞാനാകുന്നവൻ ഞാനാണ്, അതിന് പകരം വേറെ ആരുമില്ല. നീ ആരാണ്, നീ എന്താണെന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല. ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ട് ഇറങ്ങുമെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അവരല്ലാതെ തന്നെ അവർ പോരാൻ, ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് അവർ പോരാൻ ദൈവം തന്നെ കാരണമാക്കുമെന്ന് പറയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മോശയെ പോലെ വലിയ ഒരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുവാൻ സാധിക്കുക. കാരണം ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ, നമ്മുടെ കൂടെ വസിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്ക് പറയാൻ കഴിയണം, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തു തന്നിരിക്കുന്നു. ഫിലിപ്പിയർ 4:13 പൗലോസ്ലീഹ പറയുന്ന പോലെ പറയണം, എന്നെ ശക്തനാക്കുന്നവൻ വഴി ഞാൻ മുഖാന്തരമായി ഞാൻ എല്ലാറ്റിനും മതിയായവനാണെന്ന് ആ ഒരു ധൈര്യത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. വീണ്ടും പ്രിയമുള്ളവരെ, ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെ വാക്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് യോബ് പറയുന്ന 1-2 കാര്യങ്ങൾ നമുക്ക് ഒന്ന് ധ്യാനിച്ചു പോകാം. ഒന്ന്, യോബ് പറയുന്നത്, ഞാൻ എത്ര വിലപിച്ചിട്ടും എൻ്റെ മേലുള്ള അവിടുത്തെ കരം ഭാരമേറിയതാണെന്നും, എത്ര ഞാൻ കരഞ്ഞിട്ടും എത്ര നിലവിളിച്ചിട്ടും ഈ എൻ്റെ മേൽ വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരം ഭാരമേറിയതാണ്, പെട്ടെന്ന് നീങ്ങിപ്പോകുന്ന ഒരു കരമല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എവിടെയാണ് ഞാൻ ദൈവത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, അവിടുത്തെ സിംഹാസനത്തെ സമീപിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പരാതി അവിടുത്തെ മുൻപിൽ ബോധിപ്പിക്കുകയും ഞാൻ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. ഉണ്ടോ? പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ കത്തോലിക്ക സഭയിലെ ഒരു വിശുദ്ധയുടെ ഒരു പുസ്തകം ഞാൻ വായിച്ചു. അതിൻ്റെ പേര് എൻ്റെ ഓർമ്മയിലില്ല. ആ പുസ്തകത്തിൽ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കൂടെയുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള വലിയ സഹനത്തിൻ്റെ അവസരങ്ങൾ, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ. ഇതാണ് യോബ് പറയുന്നതാണ്, എവിടെ ഞാൻ അവിടുത്തെ കണ്ടെത്തുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ, എവിടെയെങ്കിലും പോയി ഇതിനൊരു പരിഹാരം കാണാൻ ദൈവം എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പരാതി അവിടെ ബോധിപ്പിക്കുകയും എൻ്റെ ന്യായവാദം നടത്തുകയും ചെയ്യുമായിരുന്നു. അവിടുന്ന് എനിക്ക് എന്ത് പ്രത്യുത്തരം നൽകുമെന്നും എന്നോട് എന്ത് സംസാരിക്കുമെന്നും ഞാൻ അറിയാമായിരുന്നു. അവിടുന്ന് തൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ എന്നോട് ന്യായവാദം നടത്തുമോ? ഒരിക്കലുമില്ല. ഞാനിങ്ങനെ ദൈവത്തോട് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്ന് ഭവിച്ചതെന്ന് ചോദിച്ചാൽ പോലും അവിടുത്തെ ശക്തിക്കനുസരിച്ച് എൻ്റെ മേൽ ന്യായവാദമൊന്നും നടത്തില്ല എന്നുള്ള വീണ്ടും ഇത്രയും പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോഴും യോബിനുണ്ടാകുന്ന വലിയ പ്രത്യാശ, ദൈവത്തെക്കുറിച്ചുള്ള വലിയ സ്നേഹത്തിൻ്റെ വാക്കുകളാണ്
യോബ് സംസാരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികളുണ്ടാകാം. ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ യോബിൻ്റെ ജീവിതം നമുക്ക് സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എവിടെയാണ് എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളൊക്കെ നമുക്കുണ്ടാകുമ്പോഴും നമുക്ക് പറയാൻ കഴിയണം. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം 21:8 പറയുന്നു, ഇതാ ഞാൻ മുമ്പോട്ട് പോയാൽ അവിടുന്ന് അവിടെയല്ല, ഞാൻ കുറേയും കൂടി അന്വേഷിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെയല്ല, കുറച്ചും കൂടി പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കില്ല. കാരണം ഇവരെ ഈ വന്ന് ജോബിൻ്റെ കൂട്ടുകാരന്മാരെ 3 പേരും കൂടി ജോബിനെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞ് കുറേ നേരം മുമ്പോട്ട് നടത്തും, കുറേ നേരം പുറകോട്ട് നടത്തും, എന്നിട്ട് പാപിയായിട്ട് മുദ്രണം ചെയ്യുകയാണ്. പക്ഷേ ജോബിന് മനസ്സിലാകുന്നില്ല, ഞാൻ മുമ്പോട്ട് നടന്നാലും ദൈവത്തെ എനിക്ക് കാണുന്നില്ല, ഞാൻ എൻ്റെ കഴിഞ്ഞ കാലം പുറകോട്ട് നടന്നാലും ഞാൻ ദൈവത്തെ കാണുന്നില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ജോബ് പറയുന്നതാണ്, ഇടത്തുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല, വലത്തുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. പ്രിയമുള്ളവരെ, എങ്ങോട്ട് നോക്കിയാലും കാണുന്നില്ല. പക്ഷേ 7ാമത്തെ വാക്യമാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കേണ്ടത്. നീതിമാൻ അവിടുത്തോട് വാദിക്കാൻ കഴിയും, നീതിമാന് അവിടുത്തോട് വാദിക്കാൻ കഴിയും. എൻ്റെ വിധിയാളൻ എന്നെ എന്നേക്കുമായി മോചിപ്പിക്കും. ഈ ഒരു ധൈര്യമാണ്. ദൈവസന്നിധിയിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച തീരുമാനം, നീതിമാന് എന്നെ വിടുവിക്കാൻ കഴിയും എന്ന ഒരു ഉറച്ച തീരുമാനം നമ്മുടെ എല്ലാ മേഖലകളിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ നമുക്ക് ആ ഉറപ്പുണ്ടാകാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ. അതുപോലെ അടുത്ത വായന യിരെമ്യാ പ്രവാചനം 7-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെ വാക്യങ്ങളിലാണ്. അതെങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ആരാധനയിലെ അനാചാരങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആരാധനയിലെ അനാചാരങ്ങൾ. അവിടെ കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾക്ക് ബലി കൊണ്ടുവരാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ബലികളും അവയ്ക്കുമേൽ ദഹന ബലികളും അർപ്പിക്കുവാൻ, അവയുടെ മാംസം മുഴുവൻ നിങ്ങൾ തന്നെ തിന്നാനാണ് പറയുന്നത്. നിങ്ങൾ തിന്നോ എന്ന് പറയുന്ന ഒരു പരാതിയാണ് ദൈവത്തിൻ്റെ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അങ്ങനെയുള്ള ബലികൾ കൊണ്ടുവരാൻ? ഈജിപ്തിൽ നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹന ബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എൻ്റെ വാക്കനുസരിക്കുവിൻ, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ബലിയും കൊണ്ടുവരണ്ട എന്ന് അവിടുന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ബലി വേണ്ട എന്നല്ല, ബലി സ്വീകരിക്കുന്നില്ല എന്നല്ല. എത്രയോ ബലികൾ സ്വീകരിച്ചതായിട്ട് നമ്മൾ ബൈബിളിൽ തന്നെ വായിക്കുന്നു. അപ്പോൾ ബലി ചോദിച്ചില്ല എന്ന് പറയുന്നത് വലിയ നീരസത്തോടെയാണ്. കാരണം ബലിയേക്കാൾ ശ്രേഷ്ഠം അനുസരണമാണെന്ന് യേശു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവവും തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അനുസരിക്കാത്ത ബലികൾ അവിടുന്ന് സ്വീകാര്യമല്ല. അതുകൊണ്ട് ബലികൾ ഇവർക്കൊക്കെ നടത്തിയിട്ടുള്ള ബലികളുടെയൊക്കെ ചുവട് പിടിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത് ഇത് ദൈവത്തിന് സ്വീകാര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്യദൈവ ആരാധനയിൽ നിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ ആരാധനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ സ്വീകാര്യമാകില്ല. സ്വീകാര്യമാകുന്ന പ്രിയമുള്ളവരെ, അവിടെ തീർച്ചയായിട്ടും നാം ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. അങ്ങനെ അനുസരിക്കുന്നവരോട് വീണ്ടും കർത്താവ് പറയുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്താ പറയുന്നത് 52-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52 നിന്ന് പറയുന്നു, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക, വിശുദ്ധ നഗരമായ ജെറുസലേമേ നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക, അപരിചേദിതനും അശുദ്ധനും മേലിൽ നിന്നിൽ പ്രവേശിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിച്ച് ദൈവഹിതപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, അപ്പോൾ ഒന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു, നല്ല നിലത്ത് വീഴുന്ന വിത്തായിരിക്കണം നമ്മൾ. ആ വിത്ത് നല്ല നിലത്ത് വീണ് 30, 60, 100 ഫലം പുറപ്പെടുവിക്കുന്ന സാക്ഷ്യമുള്ള വ്യക്തികളായിട്ട് ഇരിക്കണം. കാരണം അത് മറച്ചു വെക്കരുത്, ദൈവം മറച്ചു വെക്കരുത്. രണ്ടാമത്, നമ്മൾ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും
എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും നമ്മൾ ദൈവത്തോട് കരഞ്ഞ് നിലവിളിക്കണം. കാരണം ഇസ്രായേൽ ജനത്തെ ദൈവം മോശ വഴി മോചിപ്പിച്ചു. മറ്റൊന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ അതിൻ്റെ ഒരു അടയാളമായി പറഞ്ഞത് ജോബിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ജോബ് ദൈവത്തെ അന്വേഷിക്കുന്നു, കണ്ടെത്തിയില്ലെങ്കിലും പുള്ളി തീരുമാനിച്ചു, എനിക്കങ്ങനെ കണ്ടെത്താൻ പറ്റുന്ന ആളല്ല, പക്ഷെ എന്നെ വിടുവിക്കും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുമെന്നുള്ള അറിവ്. അതുകൊണ്ട് അന്യദൈവ ആരാധനകളിലോ അനാചാരങ്ങളിലോ ഞാൻ പോകുന്നില്ല, ഞാൻ പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കും. ഇങ്ങനെ അനുസരിക്കുന്ന ഇത്രയും കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിൽ പറയുകയാണ്. എന്താണ് പറയുന്നത് അറിയാമോ പ്രിയമുള്ളവരെ? ഇനി നിന്നിൽ അപരിചിതനും അശുദ്ധനും പ്രവേശിക്കുകയില്ല. നീ ഉണർന്നെഴുന്നേൽക്കുക, നീ ധൈര്യപ്പെടുക, ശക്തി സംഭരിക്കുക, നിന്റെ മനോഹരമായ വസ്ത്രങ്ങൾ അണിയുക. പ്രിയമുള്ളവരെ, വിശുദ്ധ മാമോദിസ എന്ന് പറയുന്ന കൂദാശികൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ ആ വെള്ളവസ്ത്രം, ആ വിശുദ്ധിയുടെ വസ്ത്രം വീണ്ടും അണിയുക. നമ്മൾ പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക. യാതൊരു അശുദ്ധനും നിന്റെ അടുക്കൽ വരികയില്ല, യാതൊരു അശുദ്ധിയും നിന്നെ തീണ്ടുകയില്ല എന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് മുന്നോട്ട് വീണ്ടും പോകട്ടെ. ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയുടെ ലേഖനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ ലേഖനം പൊതുവിനെഴുതി 1 പത്രോസ് 2:6 മുതൽ 10 വരെ വാക്യങ്ങളാണ്. ഇതിനോട് ചേർന്ന വചനം തന്നെയാണ്. എന്താണ് 1 പത്രോസ് 2:6 മുതൽ 10 വരെ വാക്യങ്ങൾ? ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്, അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. സിയോനിൽ നട്ടിരിക്കുന്ന കല്ല്, വിശിഷ്ടവും അമൂല്യവുമായ കല്ല്, ആ കല്ലിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. ആ കല്ലാണ് യേശുക്രിസ്തു. അത് കല്ലാണ്, മൂലക്കല്ലാണ്. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായ യഹൂദന്മാരെ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് വിജാതിയർക്കും ക്രിസ്തുവിൽ വിശ്വസിച്ച യഹൂദന്മാർക്കും സകല മാനവകുലത്തിനും ഒരേപോലെ പണിയപ്പെടുന്ന മൂലക്കല്ലായി തീർന്നു. യെശയ്യാ പ്രവചനം 28:16 സങ്കീർത്തനം 118:22 എഴുതി വച്ചിരിക്കുന്ന ആ കല്ല്, സിയോനിൽ ഇട്ടിരിക്കുന്ന കല്ല്, ആ കല്ലിൽ വിശ്വസിക്കുന്ന നിങ്ങളത് അഭിമാനമാണ്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അത് അവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും. ഇത് പ്രിയമുള്ളവരെ, അതിൻ്റെ 9-ാമത്തെ വാക്യം പറയുന്നു, എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തവും ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നിങ്ങൾ രാജകീയ പുരോഹിത വർഗമെന്നാണ് പറയുന്നത്. വലിയ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് അപ്പോസ്തലന്മാർ ചേർന്ന് പ്രവർത്തിക്കുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിൽ നിന്ന് അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. വീണ്ടും ഒരിക്കൽ കൂടെ പറയുകയാണ്, നിങ്ങൾ ദീപം മറച്ചു വെക്കരുത്, നിങ്ങൾ പ്രകാശമുള്ളവരായിരിക്കണമെന്ന് പത്രോസ്ലീഹ നമ്മൾ ഓർപ്പിക്കുകയാണ്. 2-ാമത്തെ വായന ലേഖനങ്ങളിൽ പൗലോസ്ലീഹ എഴുതിയത് ഇങ്ങനെയാണ്. എബ്രായർ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 14 മുതൽ തിരുവചനങ്ങൾ, 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെ വാക്യങ്ങളുമാണ്. എബ്രായർ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14 മുതൽ ഉള്ള വാക്യങ്ങൾ, 5 വരെ ഇങ്ങനെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. 14, പ്രധാന പുരോഹിതന്മാര് സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. യേശുക്രിസ്തു നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മുറുകെ പിടിക്കാം. അതുകൊണ്ടല്ലേ ഒരു പാട്ടുകാരൻ ഇങ്ങനെ എഴുതിയ, ലോകം പാപം പിശാചിനെ തൊടുകയില്ല,
ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. കാരണം അങ്ങേ ചിറകിൻ്റെ മറവിലാണ് ഞാൻ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന അനുഭവമായി മാറണം. നമുക്ക് എന്താ പറയുന്നത്, കാരണം പറയുന്നത് നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. എന്താവശ്യമുണ്ടെങ്കിലും, നമ്മുടെ എന്ത് സങ്കടങ്ങളിലും എന്ത് ബലഹീനതയിലും. ഇപ്പോൾ ജോബ് പറയുകയാണ്, എനിക്ക് അവനെ കണ്ടെത്താൻ കഴിയുന്നില്ല, എനിക്ക് പുറകിലോട്ട് പോയാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല, മുമ്പിലോട്ട് പോയാൽ എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഇതാ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് വഴി യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ ക്രിസ്തു യേശുവിനെയും പരിശുദ്ധ തൃത്വത്തെയും നമ്മുടെ ഉള്ളിലാക്കി വെച്ചിരിക്കുകയാണ്, നമ്മുടെ സമീപത്താക്കി വെച്ചിരിക്കുകയാണ്, കൃപാവരത്താൽ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് കൃപയെ സമീപിക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് കണ്ടെത്താൻ കഴിയും, അവൻ്റെ കൃപയെ കണ്ടെത്താൻ കഴിയും. കാരണം 5-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത്, ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്ന പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. ഒരു ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു പുരോഹിതന് പോലും നമ്മളോട് ഈ പറഞ്ഞ നമ്മുടെ ബലഹീനത മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും. കാരണം എന്താണ്? അവനും അതേ ബലഹീനത ഉള്ളയാളായതുകൊണ്ടും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. അതുപോലെ തന്നെ ക്രിസ്തുവും പ്രധാന പുരോഹിതനാകുന്നതിന് തന്നെ മഹത്വപ്പെടുത്തിയില്ല. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മക്കളെ, ഇവിടെ പറയുന്നത് യേശുക്രിസ്തു ഈ രക്ഷാകര പദ്ധതി അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ പാപമോചനം എന്ന് പറയുന്ന ആ വലിയ വിശുദ്ധീകരണം പിതാവിൽ നിന്ന് ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ മക്കളായ എല്ലാവരെയും വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ഒരിക്കലും അവൻ മാറിപ്പോകില്ല, അകന്നു പോകില്ല എന്ന് സധൈര്യം പൗലോസ്ലീഹ പറയുന്ന ഭാഗമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ ഏവൻഗേലിലേക്ക് വരുമ്പോൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെ വാക്യങ്ങൾ നമ്മൾ പല പ്രാവശ്യവും ഈ അടുത്ത നാളിൽ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് കേട്ട വചനങ്ങളാണ്. അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൽ വീണ്ടും പറഞ്ഞിരിക്കുന്നത്. അവിടെ പ്രിയമുള്ളവരെ, 1 മുതൽ 10 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശപ്പോടെ ഒന്നും വീട്ടിലേക്ക് അവരെ പറഞ്ഞു വിടാൻ കഴിയുന്നില്ല, അവർ വഴിയിൽ തളർന്നു പോകുമെന്നെല്ലാം പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്നുള്ള ചോദ്യമാണ്. ഈ ശിഷ്യന്മാർ പറയുന്നു, ഞങ്ങൾ ഈ വിജന സ്ഥലത്ത് ഇവർക്കെല്ലാം അപ്പം കൊടുക്കുന്നത് എങ്ങനെ? അവൻ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? 7 എന്നവർ പറഞ്ഞു. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ ആജ്ഞാപിച്ചു. പിന്നീട് അവൻ ആ 7 അപ്പം എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് മുറിച്ച് ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. പ്രിയമുള്ളവരെ, സ്വജാതിയരിലും വിജാതിയരിലും യഹൂദരിലും പുറജാതികളിലും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുന്നതായിട്ടാണ് ഇതിനെ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. 12 അപ്പം എന്ന് പറയുന്നത് യഹൂദന്മാരെ 12 കൊട്ട നിറച്ചെടുത്തു എന്ന് പറയുന്നത് യഹൂദന്മാരെ സുവിശേഷീകരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം, 7 കൊട്ട എന്ന് പറയുന്ന 7 വിജാതിയരുടെ സംഖ്യയാണെന്നും വിജാതിയരെ സുവിശേഷം അറിയിക്കാനുള്ള ഉത്തരവാദിത്വമാണ് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ബൈബിൾ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഈ ദൈവത്തിൻ്റെ കൃപാവരത്തിൽ നിറഞ്ഞുകൊണ്ട് ദൈവ വേല ചെയ്യേണ്ടവരാണ്. വേല ചെയ്യാനുള്ള സാധ്യതകൾ അന്വേഷിക്കണം. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ കർത്താവിൻ്റെ പ്രകാശമുള്ളവരായിരിക്കാൻ എന്തൊക്കെ സാധ്യതകൾ എന്നിലുണ്ട്? ഞാൻ കൈക്കൂലി മേടിക്കണ്ട എന്നുള്ള ഒരു സാധ്യത എന്നിലുണ്ടെങ്കിൽ അത് ഞാൻ പ്രകാശമുള്ളവനാണ്.
ഞാൻ അന്യായമായ ആരും പീഡിപ്പിക്കുന്നില്ല എന്നൊരു സാധ്യത എന്നിലുണ്ടെങ്കിൽ അത് പ്രകാശമുള്ളവരായിരിക്കും. അപ്പോൾ വേല ചെയ്യുവാനുള്ള, ഈ പ്രകാശമുള്ളവരായിരിക്കുവാനുള്ള എന്തൊക്കെ സാധ്യതകൾ എന്നിലുണ്ടെന്ന് അന്വേഷിക്കണം. ഞാൻ ഇരുട്ടിലായിരുന്നു, എനിക്ക് വെളിച്ചം കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മറ്റുള്ളവരുടെ ഇരുട്ടിൽ ഒരു കൈത്തിരി, ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കുവാൻ എനിക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ സാധ്യത നമ്മൾ അന്വേഷിക്കുമ്പോൾ ദൈവം അവിടെ ശക്തമായി പ്രവർത്തിക്കും. അതാണ് ആ 7 അപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ധാരാളം കൊടുക്കുകയും 4000 പേരുണ്ടായിരുന്നു പറഞ്ഞു. അവർ ഭക്ഷിക്കുകയും 7 വൻ കൊട്ട നിറച്ചെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ സാധ്യതകൾ ആരായണം. ഹല്ലേലൂയ. എനിക്ക് ഓരോ വിശുദ്ധ കുർബാനയിലൂടെയും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ കുർബാനയിൽ കേൾക്കുന്ന വാക്കല്ലേ, ലോകത്തെ കരുണയോടെ മെനഞ്ഞുണ്ടാക്കിയ പിതാവാം ദൈവം നമ്മളോടുകൂടെ, തൻ്റെ തിരുമേനിയുടെ വിലയേറിയ രക്തത്താൽ നമ്മെ രക്ഷിച്ച പുത്രൻ തമ്പുരാൻ നമ്മോടുകൂടെ, ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഉണ്ടായതും ഉണ്ടാകാനിരിക്കുന്ന സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ. ആ തൃത്വം നമ്മുടെ കൂടെ വസിക്കുന്നു. നമുക്കൊരുപാട് സാധ്യതകളുണ്ട് പ്രിയമുള്ളവരെ. അനേകരെ ഈ നന്മയിലേക്ക് നയിക്കുവാൻ, അനേകരെ ഈ വിശ്വസ്തയിലേക്ക് നയിക്കുവാൻ, ഈ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ ശ്രേഷ്ഠത പദവിയിൽ നിർത്തുവാൻ നമുക്ക് സാധ്യതകളുണ്ട്. സാധ്യതകൾ നമ്മൾ അന്വേഷിക്കണം. എന്തൊക്കെ എനിക്ക് സാധ്യതകളുണ്ട്, ഉള്ള സാധ്യതകൾ മുഴുവൻ എടുക്കണം. കാരണം നമ്മുടെ കർത്താവിന് വേണ്ടിയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ആരാധനയിൽ പങ്കെടുക്കുക. പ്രിയമുള്ളവരെ, ഈ വായിച്ചു കേട്ട വേദഭാഗങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തി തരും. അതിനുള്ള കൃപാവരത്തിനെ നമുക്ക് സമീപിക്കാം. കൃപയുടെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിയിടുന്നു, കൃപയാൽ അനുദിനവും. കാരുണ്യവാനായ കർത്താവേ, ഇത്രയും വേദപുസ്തക ഭാഗങ്ങൾ ഞങ്ങൾ വായിച്ചു. ഞങ്ങൾക്കെല്ലാം ഒരുപാട് ബലവും ശക്തിയും അവിടുന്ന് നൽകുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു. കർത്താവേ, ഞങ്ങൾ 100 മേനി 60 മേനി 30 മേനിയൊക്കെ ഫലം പുറപ്പെടുവിക്കുന്ന ആളുകളായി മാറണമെന്ന് അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. ഒപ്പം തന്നെ ഞങ്ങളെ ഏത് കഷ്ടതയിൽ നിന്നും വിടുവിക്കുന്നവനാണ് അങ്ങ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം തന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിയിൽ ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്ന അനുഭവം കഷ്ടതയിലുണ്ടായാൽ പോലും അങ്ങ് ഞങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല, അങ്ങെല്ലാം കാണുന്നുവെന്ന് ജോബ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ കർത്താവേ, ഞങ്ങളുടെ ആരാധനകൾ വികലമായി പോകാതെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ, ദൈവത്തെ അനുസരിച്ച് ആരാധിക്കുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ അങ്ങയുടെ വചനം ഞങ്ങൾ കേട്ടു. ഉണർന്നെഴുന്നേൽക്കുക, സിയോനെ ശക്തി സംഭരിക്കുക, ഇനി നിന്നിൽ യാതൊരു അശുദ്ധനും വന്നു ചേരുകയില്ല എന്ന് കർത്താവെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. ഒപ്പം തന്നെ ഞങ്ങൾ വീണ്ടും കേട്ടു പൗരോഹിത്യത്തിലേക്ക്. കർത്താവെ, രാജകീയ പുരോഹിത വംശത്തിലേക്കാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. മഹാപുരോഹിതൻ ആയ യേശുക്രിസ്തുവിൻ്റെ മക്കളാകുവാൻ, സഹോദരങ്ങളാകുവാൻ, സ്നേഹിതരാകുവാനാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഞങ്ങൾ കേട്ടു. ആ വലിയ പദവി ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഒപ്പം തന്നെ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതയിൽ ഞങ്ങളെ സഹായിക്കുന്ന ഒരു പുരോഹിതനാണ് ഞങ്ങൾക്കുള്ളതെന്ന് പൗലോസ്ലീഹ കേട്ടു. അതുകൊണ്ട് പ്രകാശമുള്ളവരായിരിക്കണമെന്ന് ഞങ്ങൾ കേട്ടു. ഒപ്പം തന്നെ കർത്താവെ, ഈ പ്രകാശവാഹകരായി ഞങ്ങൾക്കുള്ള സാധ്യതകൾ അങ്ങയുടെ കരങ്ങളിലേക്ക് വെച്ച് തന്നാൽ കർത്താവെ, അങ്ങത് പിതാവിലേക്ക് കൊടുത്ത് വാഴ്ത്തി ഞങ്ങളെ വലിയൊരു ശുശ്രൂഷകരാക്കി, വലിയൊരു മകനാക്കി, മകളാക്കി തീർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അറിഞ്ഞുമിരിക്കുന്നു കർത്താവെ. അതുകൊണ്ട് നല്ലൊരു ആധ്യാത്മിക പൂർണ്ണതയിലേക്കൊരു ദിവസവും കൂടി കടന്നു വരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളും നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സകല വിശുദ്ധന്മാരെ, ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ആലയത്തിന് മധ്യസ്ഥനായിരിക്കുന്ന വിശുദ്ധ ഗീവർഗീസ് സഹോദരനായി പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളും ഈ യൂട്യൂബ് ചാനലിലൂടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ,
ഈ ശുശ്രൂഷ നിങ്ങൾ അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് നിങ്ങളോട് താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സകല മാനവ മഹത്വവും പൊന്നു തിരുമേനി അവിടത്തേക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.